ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. നോക്കിക്കേ, ഇവിടുത്തെ ഈ പൂക്കളൊക്കെ കണ്ടോ, എന്താ അതിമനോഹരമായ പൂക്കളാണ്. ഇഷ്ടംപോലെ വെറൈറ്റിയാണ് കേട്ടോ. കണ്ടാലും നമുക്ക് മതിയാകത്തില്ല, അതുപോലത്തെ പല വെറൈറ്റിയുള്ള കണ്ട്. ഈ പൂക്കളൊക്കെ അവർ തൊടാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തൊടാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലാം നമുക്ക് ആംഗ്യം കാണിക്കാനേ പറ്റത്തുള്ളൂ. കണ്ട, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഈ പൂക്കളൊക്കെ കാട്ടുപൂവായിട്ട് പിന്നെ, പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് നമുക്ക് കൂട്ടത്തോടെ നിൽക്കുന്ന കാണുമ്പോഴേ നല്ല അടിപൊളി ലുക്കാണ്. നോക്കി, അവർ നല്ല രീതിയിലാണ് ഇത് കണ്ടോ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഓക്കെ, ഇതൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. നമുക്ക് സമയക്കുറവായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിച്ചിട്ടെല്ലാം നോക്കി പോകാം. പിന്നെ നല്ല വെറൈറ്റി പൂക്കളാണ്. പിന്നെ ഇവിടെ വേറെ പിള്ളേർക്ക് അങ്ങേ സൈഡിൽ പാർക്കുണ്ട്. അപ്പം കൂടാതെ കുട്ടികളെല്ലാം പാർക്കിൽ കളിക്കാൻ പോയിരിക്കുകയാണ്. കാരണം ആ ഭാഗത്തോട്ട് വേണ്ട ഈ പൂക്കളൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ പരിപാലിച്ചിരിക്കുകയാണ്. ഇതൊന്ന് ഈ പൂക്കളൊന്ന് കാണിക്കാം, ഇത് മാത്രമായിട്ടൊന്ന് കാണിക്കാം. നല്ല ചുമന്ന പൂക്കൾ കണ്ടോ, എത്ര മനോഹരമാണ്. അത് വെറൈറ്റികളാണ്, ഇഷ്ടംപോലെ വെറൈറ്റികളാണ്. നമുക്കിപ്പോൾ ഒരുപാടാണ്. മുളയുടെ ലുക്കുള്ളൊരു സംഗതി. എനിക്ക് അതിൻ്റെ പേര് ഇത് വോയിസ് ചെയ്യില്ല. ഇത് 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 പക്ഷേ പൂക്കളല്ല, ഇതൊരു ഇലയാണ്. നമുക്ക് കണ്ണ് തന്നെ മഞ്ഞ് അത് നോക്കുമ്പോൾ ഒരു വെറൈറ്റി എന്താ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വന്നാൽ ഒട്ടും നമ്മുടെ ടൈമും വേസ്റ്റ് ആവില്ല, പണവും വേസ്റ്റ് ആവില്ല. ഒരുപാട് കണ്ണിന് കുളിർമ നൽകുന്ന നല്ല അടിപൊളി പൂക്കളുടെ ശേഖരമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നല്ല മലനിരകളാൽ സമ്പുഷ്ടമായൊരു പ്രദേശമാണ്. ആറ്, തോട് എന്ന് വേണ്ട ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ തേയില എസ്റ്റേറ്റാണ്. അപ്പം തേയിലകൾ ഇഷ്ടംപോലെ തേയില മലകൾ കാണാൻ പറ്റും. ഇപ്പോൾ വേണ്ട ഇതൊക്കെ എന്താ മുക്കുത്തിപ്പൂവാണ് തോന്നുന്നു. പണ്ടത്തെ മുക്കുറ്റിയല്ലേ, കമ്മൽ. അതെ അതെ. മുക്കുറ്റി ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ എൻ്റെ ചെറുപ്പത്തിൽ ഈ കാട്ടുചെടിയായിട്ട് ഒക്കെ കണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഈ ഇവർ ക്രോസ് ചെയ്ത് അതിൻ്റെ വേറൊരു വകഭേദം ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതാ ഇവിടെയും കുറച്ച് വെറൈറ്റി പൂക്കൾ ഇങ്ങനെ ചട്ടിയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു ആനയുടെ പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ഒരു സ്റ്റാച്ചു ഉണ്ടാ. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പൂക്കളാൽ സമ്പന്നമായ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പം നോക്കിക്കേ, ഇതിൻ്റെ മറ സൈഡ് ഒരു തോടാണോ ആറാണോ എന്നറിയില്ല, ദൂരെയാണ്. ഞങ്ങൾ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആറാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഇതെല്ലാം കാണാൻ പറ്റുന്നില്ലേ, കണ്ടോ. നൂറുകണക്കിന് ആൾക്കാരാണ് ഇത് വന്ന് കാണാനായിട്ട് ഇവിടെ വരുന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ ഇച്ചിരി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരുടെ കൂടെ ഇച്ചിരി ഈ വീഡിയോ എടുക്കുന്ന ഭാഗമായിട്ട് ഇച്ചിരി പുറകിലാണ്. അടിപൊളി മനോഹാരിത നൽകുന്ന കണ്ണിന് ഇമ്പം നൽകുന്ന കാഴ്ചകളാണ്. കണ്ട ആ പോയിന്റിൽ ഞങ്ങൾക്ക് പോയി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും അവിടെ നിന്ന് എടുത്തായിരുന്നു. ഞാൻ ഈ കാണിക്കുന്ന ഒരു സ്റ്റാർ പോലെ സംഗതി കണ്ട. ഓക്കെ, അതൊരു ഇച്ചിരി ഹൈറ്റിൽ ഒരു സംഗതി പണിഞ്ഞ് വെച്ചിരിക്കുക. അവിടെ നല്ല ഫോട്ടോ എടുക്കാറുണ്ട്, തിരിച്ചു വരുമ്പോൾ എടുക്കണം. ഓക്കെ, പിന്നെ എനിക്ക് ഉറപ്പാണ് ഇതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഇവിടെ വന്നവർ ഇതിനേക്കാളും നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് ഇത് ചെറിയൊരു വിവരണം. ഓക്കെ, എല്ലാം നല്ലതുപോലെ നല്ല അടുക്കും ചിട്ടയായിട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിവതും ആൾക്കാരുടെ ഫേസ് വരാതെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്, കാരണം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഓക്കെ, ഇഷ്ടപ്പെടുന്നൊരു കാഴ്ച ദിനോസർ. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. പാർക്ക് കുട്ടികൾക്ക്
അപ്പം നമ്മൾ ചിൽഡ്രൻ പാർക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിൽഡ്രൻ പാർക്കിൻ്റെ തുടക്കമാണ്. വലിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ചിൽഡ്രൻ പാർക്കിലോട്ട് കയറാൻ തൊട്ട് മുമ്പ് എൻ്റെ ഒരു നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ എടുത്ത ഒരു ഷോട്ടാണിത്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അത് ദിനോസറിൻ്റെ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ ദൂര കാഴ്ച മനസ്സിലായി. ഇതുവഴി നമ്മൾ വന്നതാണ്. ഇവിടെ എവിടെ നോക്കിയാലും പൂക്കൾ മയമാണ്. എല്ലാം നല്ല അതിമനോഹരമായിട്ട് ഇവർ അലങ്കരിച്ചിട്ടുണ്ട് പൂക്കളാൽ. പൂക്കൾ ഇഷ്ടപ്പെടാത്തവരില്ലല്ലോ. ചിൽഡ്രൻസ് പാർക്കാണ്. നമ്മൾ മുൻപ് കണ്ട ആറിൻ്റെ കാഴ്ച, ആറല്ല തോടാണെന്ന് തോന്നുന്നത്, ആറാ തോടം അതിൻ്റെ കാഴ്ചയാണ്. ദൂരെ ആയതുകൊണ്ട് അതിന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ വലുപ്പത്തിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ ചിൽഡ്രൻസ് പാർക്ക് കഴിഞ്ഞ് ഓരോരോ സെക്ഷനിലായിട്ട് ഇത് വേറൊരു കാഴ്ച കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കേണ്ടോ, ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ട ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഗ്ലാസ് കൊണ്ടുണ്ടാക്കി സ്ട്രക്ചർ ഉണ്ടാക്കി, അത് ഗ്ലാസ്സാണ്, നടപ്പാതെ ഗ്ലാസ്സാണ്. എന്തുവാണെന്ന് മനസ്സിലായില്ല. ഒരു കൂടാരം പോലെ. അതിനകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടാവും. അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം. എന്തായാലും അടിപൊളി. ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാർ ട്രിപ്പ്. ഇത് വേറൊരു വെറൈറ്റി നോക്കിക്കേ. നമ്മുടെ കോളിഫ്ലവർ പോലൊക്കെ ഇരിക്കുന്നു കണ്ടിട്ട്. കോളിഫ്ലവർ അല്ല, ബ്രോക്കോളിയുടെ ഒരു ലുക്ക് പോലെ. പക്ഷേ ഇത് സംഗതി അതല്ല. അപ്പോൾ ഇത് അതിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നുള്ള ദൃശ്യമാണ്. നല്ല അതിമനോഹരങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ പൂക്കൾ. കുറേ എനിക്ക് ഇത് പരിപാലിക്കാനായിട്ട് തന്നെ ഗാർഡുകൾ ഉണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മുടെ തൊടികളിലൊക്കെ, നമ്മുടെ വീടിൻ്റെ തൊടികളിലൊക്കെ നമ്മൾ തന്നെ നട്ടു വളർത്തുന്ന ചെടികളിൽ പെട്ടതാണ് പലതും. ഇത് നമ്മൾ നടന്നു പോകുന്ന ഇരു പാതകളുടെ സൈഡിൽ അതിമനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ്. അതിനൊക്കെ പ്രത്യേക സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ നോക്കിയാൽ നല്ല അടിപൊളി പൂക്കളോട് കൂടി ഒരു മരം. ഓക്കെ, ഇതെന്താണെന്നൊരു പിടിയും കിട്ടിയിട്ടില്ല. ഒരു ബോൾ പോലെ തൂങ്ങിക്കിടക്കുന്ന സംഭവം. ഓക്കെ, നന്നായിട്ടുണ്ടല്ലോ ഇതൊക്കെ. ഇതിന് അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ചട്ടിയിൽ പല ആംഗിളുകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ചെടികളാണ്. ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ കയറിൻ്റെ ഒരു സംവിധാനം കൊണ്ട് ചട്ടി ഉണ്ടാക്കിയിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഏതൊക്കെ രീതിയിൽ അലങ്കരിക്കാമോ അങ്ങനെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ചെടികൾക്കിടയിലൂടെ നടന്നുള്ള ഒരു വിശദീകരണമായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനി ഞാൻ കാണുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.